2023 കഥ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ആ യെല്ലോ ജാക്കറ്റ് ഇട്ട് കണ്ട പയ്യനെ തേടി പോകുന്ന ഹസനെയും ടീമിനെയും കാണാം. ഈ പയ്യന്റെ പേര് ഏലിയാസ് മാനിക്സ് എന്നാണ്. 15 വയസ്സ്. ഇവനും സയ്യിദും ഒരേ കെയർ ഹോമിലായിരുന്നു. എന്നാൽ 3 വർഷം മുന്നേ ഏലിയാസ് മാനിക്സിനെ ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്തു. ആൻഡ്രൂ മോളിയും എലൈൻ മോളിയും ആണ് മാനിക്സിനെ അഡോപ്റ്റ് ചെയ്തത്. ആൻഡ്രൂ ഒരു എക്സ് പോലീസ്മാനും എലൈൻ ഒരു റേക്കി ഹീലറും ആണ്. ലോങ് ഹാർവസ്റ്റ് ലെയിനിൽ നടന്ന കൊലപാതകം ഈ മാനിക്സ് ആണോ ചെയ്തത് എന്ന് പോലീസിന് സംശയമുണ്ട്. കാരണം ആ ബോഡി കണ്ടെത്തുന്നതിന് 10 മിനിറ്റ് മുന്നേ മാനിക്സും സയ്യിദും മീറ്റ് ചെയ്യുന്ന ഒരു CCTV വിഷ്വൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാനിക്സിന്റെ വീട്ടിലെത്തിയ പോലീസിന് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവിടെ മാനിക്സിന്റെ റൂമിൽ ഹസൻ ഞെട്ടിക്കുന്ന ഒരു സംഭവം കണ്ടു. അവിടെയുള്ള ഒരു ചുമരിൽ ഹസന്റെയും ഫാമിലിയുടെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത സീനിൽ മാനിക്സിന്റെ തിരോധാനത്തെക്കുറിച്ചും അതുപോലെ ചുമരിൽ കണ്ട തന്റെ ചിത്രങ്ങളെക്കുറിച്ചുമെല്ലാം മോർലീസിനോട് ചോദിക്കുകയാണ് ഹസൻ. എന്നാൽ തങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, മാനിക്സ് ഇങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ നല്ല കുട്ടിയാണ്, 2 ദിവസം മുന്നേ പോയിട്ട് അവനെതിരെ വന്നിട്ടില്ല എന്നല്ലാതെ മറ്റൊരു ഉത്തരവും അവർക്ക് പറയാനില്ലായിരുന്നു. അടുത്ത സീനിൽ ഒരു വീഡിയോയിൽ ഏലിയാസ് മാനിക്സ് അവനിങ്ങനെ ആവർത്തിച്ച് കാണുന്ന ഒരു സ്വപ്നത്തെ പറ്റി പറയാണ്. തന്റെ സ്വപ്നത്തിൽ താനൊരു ആൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നതാണ് കാണാറുള്ളത്. താൻ അവനെ ഷൂട്ട് ചെയ്യുമെന്ന് ആ ആൺകുട്ടിക്ക് ആദ്യമേ അറിയായിരുന്നു. അവൻ അങ്ങനെ മരിക്കാൻ തയ്യാറുമായിരുന്നു. തനിക്ക് അവനെ കൊല്ലണമെന്നൊരു ഉദ്ദേശമില്ലായിരുന്നു. എന്നാൽ അതല്ലാതെ എന്റെ മുന്നിൽ വേറൊരു വഴിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവനെ ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന മാനിക്സ് ആ വീഡിയോയുടെ അവസാനം ഹി വാസ് ലൗഡ് എന്ന് പറയുന്നത് കേൾക്കുന്ന ഹസൻ പെട്ടെന്ന് മരിക്കുന്നതിന് മുന്നേ സയ്യിദ് പറഞ്ഞ നോ യു ആർ ലൗഡ് എന്ന കാര്യം ഓർമ്മ വരാണ്. അടുത്ത സീനിൽ മാനിക്സും ആൻഡ്രൂയും കഴിഞ്ഞ ദിവസം ഒരുമിച്ച് തങ്ങളുടെ ക്യാമ്പർ വാനിൽ പോകുന്ന വിഷ്വൽസ് പോലീസിന് കിട്ടിയതോടെ മോർലീസ് തങ്ങളോട് കള്ളം പറയാണെന്നും മാനിക്സ് എവിടെയാണുള്ളതെന്ന് അവർക്കറിയാം എന്ന കാര്യം മനസ്സിലാക്കിയ പോലീസ് ആൻഡ്രൂവിനെയും എലൈനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ എത്ര ചോദിച്ചിട്ടും രണ്ടാളും തങ്ങളുടെ വക്കീലിന്റെ കാർഡ് കൊടുക്കല്ലാതെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അങ്ങനെ ഒരുപാട് ചോദ്യം ചെയ്യലിന് ശേഷം അവസാനം എലൈൻ മാനിക്സ് എവിടെയാണുള്ളതെന്ന് പോലീസിനോട് പറഞ്ഞു. അങ്ങനെ മാനിക്സിനെ അറസ്റ്റ് ചെയ്യാൻ ബാബറും ടീമും ആ ലൊക്കേഷനിലേക്ക് തിരിച്ചു. അവരാ ക്യാമ്പിലെത്തി ആ വാൻ പരിശോധിച്ചെങ്കിലും അതിലൊരു റെക്കോർഡ് പ്ലേ ആവുന്നതല്ലാതെ ആ വാനിൽ ആരും തന്നെ ഇല്ലായിരുന്നു. മാനിക്സ് അവിടേക്ക് വന്നിട്ടേ ഇല്ല എന്നായിരുന്നു ക്യാമ്പ് മാനേജർ പറഞ്ഞത്. സെയിം ടൈമിൽ പോലീസ് ഓഫീസിലിരിക്കുന്ന എലൈൻ, ഇനി നീയാണ് മാനിക്സിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. ഇന്നലെ വരെ ഞങ്ങൾക്ക് വട്ടാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എന്നാൽ അവര് പറഞ്ഞതുപോലെ ഇന്നലെ നിങ്ങൾ വന്നു. അതോടെ ഇതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കറിയില്ല മാനിക്സിന്റെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. അവൻ സ്നേഹിക്കപ്പെടും എന്ന് നിങ്ങൾ അവനോട് പറയണം. അവന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി. അതുപോലെ നിങ്ങളുടെ മകൻ ജവാദിന്റെ ത്യാഗത്തിന് അനുശോചനങ്ങളും എന്നൊക്കെ ഇവർ പറയുന്നത് കേട്ട് എന്റെ മകന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ഹസൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഉത്തരം പറയാതെ അതിപ്പോഴേക്കും നടക്കേണ്ടതാണല്ലോ, അവരിതുവരെ അവിടെ എത്തിയില്ലേ എന്നൊക്കെ എലൈൻ പുലമ്പാൻ തുടങ്ങി. ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ഹസൻ ചോദിച്ചതും ഞാൻ കുറച്ചധികം സംസാരിച്ചു അല്ലേ എന്ന് പറഞ്ഞ് എലൈൻ ഒരു ഭ്രാന്തിയെ പോലെ സ്വയം അവരുടെ നാവ് കടിച്ചു മുറിച്ചു. അങ്ങനെ ചോര ഒൽപ്പിച്ച് നിൽക്കുന്ന എലൈനെ കണ്ട് ഞെട്ടി നിൽക്കാണ് ഹസൻ. സീൻ കട്ടായ ബാബറെ ഫോൺ ചെയ്യുന്ന ഹസനോട് മാനിക്സ് ഇവിടെ ഇല്ല എന്ന കാര്യം അയാൾ പറയാണ്. ഇത് കേട്ടതും ആ വാൻ നമുക്കൊരു ട്രാപ്പാണ്, അതിലുള്ളവരോട് പെട്ടെന്ന് അവിടെ ഇറങ്ങാൻ പറയണം എന്ന് ഹസൻ പറഞ്ഞതും റിക്ക് അതിനുള്ളിലുണ്ട് എന്ന് ബാബർ പറയാണ്. ഇത് കേട്ടപാടെ ഹസൻ റിക്കിനെ ഫോൺ ചെയ്ത് അവനോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതും ഇവിടെ ഒരു റെക്കോർഡ് പ്ലേ ആവുന്നുണ്ട്, അതിലൊരു വയസ്സൻ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് എന്ന് പറഞ്ഞ് റിക്ക് ആ റെക്കോർഡ് ഓഫ് ചെയ്തതും ആ വാൻ പൊട്ടിത്തെറിച്ചു. സീൻ കട്ടായ ഇനി 2053 വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഐറിസ് മേപ്പിൾവുഡിനെ കാണാം. 2053 എല്ലാം ആയപ്പോഴേക്കും സൊസൈറ്റി എല്ലാം ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മേപ്പിൾവുഡിനെ കാണാൻ ഒരു പൂച്ചയുമായിട്ട് അവളുടെ നെയ്ബർ ലോണ ഡണ്ണട്ട് വരുന്നുണ്ട്. ലോണ, ഞാനിന്ന് നല്ല മൂഡിലല്ല എന്നൊക്കെ മേപ്പിൾവുഡ് അവളെ ഒഴിവാക്കാൻ പറയുന്നുണ്ടെങ്കിലോ അതൊന്നും കേൾക്കാതെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ലോണ അകത്തേക്ക് ഇടിച്ചു കയറാണ്. പെട്ടെന്നാണ് ലോണ ഇതെന്താ നിന്റെ ഡ്രസ്സിൽ ചോര എന്ന് മേപ്പിൾവുഡിനോട് ചോദിക്കുന്നത്. നേരത്തെ മേപ്പിൾവുഡ് കണ്ട ആ ആളുടെ ചോരയായിരുന്നു അത്. എന്നാൽ ആ ടോപ്പ് ഊരി നിൽക്കുന്ന മേപ്പിൾവുഡിന്റെ സ്പൈനൽ കോഡിന്റെ ഭാഗത്ത് നമുക്ക് എന്തോ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കാണാം. സീൻ കട്ടായ ഇനി ന്യൂസ് കാണുന്ന മേപ്പിൾവുഡിനെയും ലോണയും കാണാം. ന്യൂസിൽ ഓൺ ദിസ് ഡേ റിമെമ്പറിംഗ് 2023 എന്ന് പറഞ്ഞ് 2023 നടന്ന എന്തോ ഒരു ട്രാജഡിയെ പറ്റി പറയുന്നത് കേൾക്കാം. ഇതെല്ലാം കേട്ട് മേപ്പിൾവുഡും ലോണയും ഇമോഷണൽ ആവുന്നതും കാണാം. ഈ ന്യൂസ് ചാനലിന്റെ പേരൊന്ന് ഓർത്തു വെച്ചോ, കയാൽ അല്ലെങ്കിൽ KYAL. അന്നത്തെ ബ്ലാസ്റ്റിൽ മേപ്പിൾവുഡിന് അവളുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടിരുന്നു.
അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ മാറിയ ഒരു വർഷമായിരുന്നു 2023 എന്നൊക്കെ ആ ന്യൂസ് ബ്രോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. അതേപോലെ ഈ പ്രോഗ്രാമിൽ ഫൗണ്ടർ ഓഫ് ദി എക്സിക്യൂട്ടീവ്, കമാൻഡർ ഇൻ ചീഫ് എന്നൊക്കെ പറഞ്ഞ ഒരാളെ കാണാം. ഇയാളെ ഒന്ന് നോട്ട് ചെയ്തോ? ഇനി നമുക്ക് ഇയാളെ ഒരുപാട് കാണാനുള്ളതാ. സീൻ കട്ടായ മേപ്പിൾവുഡിന്റെ ഓഫീസിൽ അവളുടെ സീനിയർ കേസുകളുടെ ബ്രീഫിംഗ് നടത്തിയപ്പോൾ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ നടന്ന മർഡർ അറ്റംപ്റ്റിനെ പറ്റി ഒന്നും പറയാത്തത് കേട്ടിട്ട് ആ കേസ് എന്തായി എന്ന് ചോദിക്കുകയാണ് മേപ്പിൾവുഡ്. അതൊക്കെ എക്സിക്യൂട്ടീവ് തീരുമാനിക്കേണ്ട കാര്യമാണ്, അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അവളുടെ ഹെഡ് അവളോട് പറയാണ്. സീൻ കട്ടായ ഇനി വീട്ടിലെത്തിയ മേപ്പിൾവുഡ് സ്പൈനൽ ലെവൽ ലോ എന്നൊരു നോട്ടിഫിക്കേഷൻ കേട്ട് നേരത്തെ നമ്മൾ അവളുടെ സ്പൈനിന്റെ സ്ഥലത്ത് ഒരു ഡിവൈസ് കണ്ടില്ലേ, അത് ഊരി ചാർജ് ചെയ്യാൻ വെക്കുകയാണ്. ശരിക്കും മേപ്പിൾവുഡിന് അരയ്ക്ക് താഴോട്ട് സ്വാധീനമില്ലായിരുന്നു. ഈ ഒരു ഡിവൈസിന്റെ ബലത്തിലാണ് അവൾക്ക് നടക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വീണ്ടും സീൻ കട്ടായ ഇന്നലെ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ നടന്ന കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയാൻ, ആരാണ് ഇന്നലെ കണ്ട ആ നേക്കഡ് മാൻ എന്നൊക്കെ അറിയാൻ വേണ്ടി തന്റെ കയ്യിലുള്ള അയാളുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് അവൾ അവളുടെ ബ്രദറിനെ കാണാൻ പോവാണ്. ഇവളുടെ ബ്രദറിനും അരയ്ക്ക് താഴേക്ക് സ്വാധീനം ഇല്ല. എന്നാൽ മേപ്പിൾവുഡിനെ പോലെ ഇന്നിവിടെ ഭരിക്കുന്ന ആളുകളുടെ അടിമയാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ ആർട്ടിഫിഷ്യൽ സ്പൈൻ ഒന്നും സ്വീകരിച്ചില്ല. അതുമാത്രമല്ല 2023 ജൂലൈ 23 ആ ബ്ലാസ്റ്റിന് ശേഷം ഇവിടെയുള്ള ആളുകളെല്ലാം 2 ഗ്രൂപ്പായി തിരിഞ്ഞു. ഒന്ന് കയാൽ, അതായത് നോ യു ആർ ലൗഡ് എന്ന ഈ സ്ഥലമെല്ലാം ഭരിക്കുന്ന ഒരു സംഘടനയും, മറ്റേത് അവരെ സപ്പോർട്ട് ചെയ്യാത്ത ഔട്ട്കാസ്റ്റുകളും. മേപ്പിൾവുഡിന്റെ ബ്രദർ ആൽബിയും അങ്ങനെ ഒരാളായിരുന്നു. അയാൾക്ക് മേപ്പിൾവുഡ് കയാലിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്നാലും ഇതൊരു കുഴപ്പം പിടിച്ച കേസാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആൽബി മേപ്പിൾവുഡിനെ സഹായിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തന്റെ സിസ്റ്റത്തിൽ ഇത് ആരുടെ DNA സാമ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുന്ന ആൽബിക്ക് അത് 2022 ജനിച്ച ഗബ്രിയേൽ ഡിഫോയുടേതാണെന്ന് മനസ്സിലാവാണ്. അങ്ങനെ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കാറിൽ കയറിയ മേപ്പിൾവുഡിന് നിങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു നോട്ടിഫിക്കേഷൻ കേൾപ്പിച്ചുകൊണ്ട് ആ കാർ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവാണ്. അങ്ങനെ അവളെയും കൊണ്ട് ആ കാറ് നേരെ ചെന്നത് കയാലിന്റെ ഹെഡ് ഓഫീസിലേക്കായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് കയറിയ മേപ്പിൾവുഡ് അവിടെ കിടക്കുന്ന ഡിഫോയെ കണ്ടു. പെട്ടെന്ന് അവളുടെ പിന്നിൽ നിന്ന് ഒരാൾ വരുന്നത് കാണാം. നമ്മൾ നേരത്തെ TV-യിൽ കണ്ടില്ലേ, ഒരു കമാൻഡർ ഇൻ ചീഫ്, അയാൾ തന്നെ. ഇയാൾ മറ്റാരുമല്ല, 2023 നമ്മൾ കണ്ട യെല്ലോ ജാക്കറ്റ് ഇട്ട അതേ പയ്യൻ, അതെ ഏലിയാസ് മാനിക്സ് തന്നെയാണ് ഇന്നത്തെ കമാൻഡർ മാനിക്സ്. ആ ബ്ലാസ്റ്റിനു ശേഷം എങ്ങനെയാണ് ഏലിയാസ് മാനിക്സ് ഇപ്പോൾ കാണുന്ന കമാൻഡർ മാനിക്സ് ആയത്? എന്താണ് ഈ നോ യു ആർ ലൗഡ്? നമുക്ക് നോക്കാം. നിങ്ങളുടെ കേസെല്ലാം അറിഞ്ഞിട്ടും എന്തിനാണ് ഇല്ലീഗലായി ഇതിന്റെ പുറകെ പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ കിടക്കുന്ന ആളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മേപ്പിൾവുഡിനോട് ഷെയർ ചെയ്യാണ് മാനിക്സ്. അവള് നേരത്തെ കണ്ടെത്തിയ പോലെ തന്നെ ഇയാളുടെ പേര് ഗബ്രിയേൽ ഡിഫോയ് ആണെന്നും ഇയാളൊരു ക്വാണ്ടം ഗ്രാവിറ്റി തിയറി പ്രൊഫസർ ആണെന്നും എന്നാൽ ഡിഫോയ് ചാപ്പൽ പെർലസ് എന്ന പുതിയൊരു ടെറർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നും അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നീ കണ്ടെത്തണം എന്നൊക്കെ മേപ്പിൾവുഡിനോട് പറയാണ് മാനിക്സ്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ തന്നെ ഇതിന് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ച മേപ്പിൾവുഡിനോട് അവർക്ക് എൻ്റെ ജീവനാണ് വേണ്ടത്, അതുകൊണ്ട് ഈ കാര്യത്തിന് എനിക്ക് വിശ്വസ്തയായ ഒരാളെ തന്നെ വേണം. നിനക്ക് ജീവിക്കാൻ ഞങ്ങളുടെ ടെക്നോളജി വേണം, അതുകൊണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് ആള് നീയാണ് എന്ന് പറയാതെ പറയാണ് മാനിക്സ്. അങ്ങനെ എന്തെങ്കിലും അപകടം വന്നാൽ യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഒരു തോക്കും കൊടുത്ത് നോ യു ആർ ലൗഡ് എന്ന് പറഞ്ഞ് മാനിക്സ് അവളെ യാത്രയാക്കുകയാണ്. ഇനി 1890 വന്നാൽ ഡോക്ടർ പറഞ്ഞതെല്ലാം കണക്കിലെടുത്ത് ലോങ് ഹാർവസ്റ്റ് ലൈനിൽ ഹെൻറി എടുത്ത ഫോട്ടോസ് എല്ലാം കത്തിച്ചു കളയാൻ ഹില്ലിംഗ്ഹെഡ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാൾ അതെല്ലാം അവിടെയുള്ള തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ഭാര്യയും മകളും അടങ്ങുന്ന ഒരു സോ കോൾഡ് ഹാപ്പി ഫാമിലി ആയിരുന്നു ഹില്ലിംഗ്ഹെഡിൻ്റെത്. പോളി എന്നായിരുന്നു ഹില്ലിംഗ്ഹെഡിന്റെ മകളുടെ പേര്. അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് താനെടുത്ത ലോങ് ഹാർവസ്റ്റ് ലൈനിലെ മർഡറിന്റെ തെളിവുള്ള ഫോട്ടോസ് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ആ മർഡറർ ഇപ്പോഴും പുറത്ത് കറങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഹെൻറി വരാണ്. എൻ്റെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല, അതെല്ലാം ഞാൻ കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ഹില്ലിംഗ്ഹെഡ് ഹെൻറിയെ തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഹെൻറി തന്റെ ന്യൂസ് പേപ്പറിൽ പോലീസ് ലോങ് ഹാർവസ്റ്റ് ലൈനിലെ കൊലപാതകം കവറപ്പ് ചെയ്യുന്നു എന്നൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഈ ആർട്ടിക്കിൾ വായിക്കുന്ന ഹില്ലിംഗ്ഹെഡ് ഹെൻറിയെ മീറ്റ് ചെയ്ത് താൻ ആ എവിഡൻസ് കത്തിച്ചിട്ടില്ല എന്നും അതുപോലെ അവിടെ നിന്ന് തനിക്ക് പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്, അയാൾ നിന്ന സ്ഥലം പരിശോധിച്ചപ്പോൾ അയാൾ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ടെന്ന തെളിവും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ കേസ് അന്വേഷിച്ച് അതിന്റെ പ്രോഗ്രസ് എല്ലാം നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഒഫീഷ്യലി റീഓപ്പൺ ചെയ്യാൻ അതോറിറ്റീസ് ബാധ്യസ്ഥരാവും എന്നൊക്കെ ഹെൻറിയോട് പറയാണ് ഹില്ലിംഗ്ഹെഡ്. ഇത് കേട്ട് ഹെൻറിയും ഈ ഡീലിന് ഓക്കെ പറയാണ്. ഇനി 1941 വൈറ്റ്മാൻ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ നിന്ന് കിട്ടിയ ആ ബോഡിയുടെ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ഓൾറെഡി റേപ്പ് കേസ് പ്രതിയായ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന ഒരാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നിട്ട് അയാളുടെ ഫിംഗർ പ്രിന്റ്സ് ഉള്ള ഒരു ഗിയർ നോബ് ആ ബോഡി കണ്ടെടുത്ത കാറിലും കൊണ്ടുപോയി വെച്ചു. അങ്ങനെ കാര്യങ്ങൾ എന്തായി എന്നറിയാൻ ആ അൺനോൺ ലേഡിയുടെ കോൾ വന്നപ്പം പ്രശ്നങ്ങളെല്ലാം നാളത്തോടെ തീരും, പ്രതി മരിച്ചതുകൊണ്ട് നാളെ ഈ കേസ് ക്ലോസ് ചെയ്യും, നാളെ തന്നെ ഞാൻ ആ ഫയലെല്ലാം നശിപ്പിച്ചോളാം എന്ന് വൈറ്റ്മാൻ അവരോട് പറയാണ്. ഇത് കേട്ടതും നോ യു ആർ ലൗഡ് എന്ന് പറഞ്ഞ് ആ സ്ത്രീ കോൾ കട്ട് ചെയ്തു.
അടുത്ത സീനിൽ ഇൻസ്പെക്ടർ ഫെയർവെല്ലിന്റെ ഫ്യൂണറൽ പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് കണ്ടെത്തിയ നീക്കഡ് ബോഡിയെ പറ്റി അറിയാവുന്ന ഒരു ഐ വിറ്റ്നസ് ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് വൈറ്റ്മാൻ അറിയാണ്. അത് മറ്റാരും അല്ലായിരുന്നു. അന്ന് വൈറ്റ്മാൻ ആ ബോഡി നോക്കി നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടിപ്പോയില്ലേ, അവള് തന്നെയായിരുന്നു ആ ഐ വിറ്റ്നസ്. പെട്ടെന്ന് വൈറ്റ്മാന്റെ അടുത്തുള്ള ഫോൺ റിങ് ചെയ്തു. അത് ആ അൺനോൺ ലേഡി ആയിരുന്നു. വൈറ്റ്മാൻ കോൾ എടുത്തതും ആ കുട്ടിക്ക് നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയുമോ എന്നാ ലേഡി ചോദിക്കുകയാണ്. വൈറ്റ്മാനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് അറിയും എന്ന് വൈറ്റ്മാൻ പറഞ്ഞതും ആ കോള് കട്ടായി. ഇനി വീണ്ടും 2053 വന്നാൽ മാനിക്സ് പറഞ്ഞതനുസരിച്ച് ഡിഫോയ് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എത്തിയ മേപ്പിൾവുഡ് കഴിഞ്ഞ ദിവസം വെടിയേറ്റ രീതിയിൽ പ്രൊഫസർ ഡിഫോയെ കണ്ടെത്തിയെന്ന കാര്യം അവിടെയുള്ള ഹെഡിനോട് പറഞ്ഞതും പെട്ടെന്ന് അവിടേക്ക് തനിക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ഡിഫോയ് അങ്ങോട്ട് വരാണ്. അയാളെ കണ്ടതും മേപ്പിൾവുഡ് തന്റെ തോക്ക് പുറത്തെടുത്തു. അയാൾക്ക് നേരെ ചൂണ്ടി. നിങ്ങൾക്കൊരു ട്വിൻ ബ്രദർ ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ ഡിഫോയോട് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനെന്ന് ഡിഫോയ് ചോദിച്ചതും നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് എന്ന് മേപ്പിൾവുഡ് പറയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്.